ഹലോ ഹായ്. ആരെയും അറിയാത്ത നമ്മളുമായി ഒന്നിച്ച് ഒരുപാട് സന്തോഷം പങ്കിടുന്ന യൂറോപ്യൻസും അതുപോലെ അറബ് രാജ്യക്കാരുമൊക്കെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ. അവരുടെ കൂടെ കുളിക്കാനും എൻജോയ് ചെയ്യാനും പല കഥകൾ നമ്മളോട് ചോദിക്കാനും നമുക്ക് അവരോട് ചോദിക്കാനുമുള്ള ഒക്കെ അവസരമുണ്ടാകുമ്പോൾ ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു, നമ്മളെ നാടും ഇതുപോലെ ആയിരുന്നെങ്കിൽ. ഈജിപ്തിലെ അർഗഡ എന്ന സ്ഥലത്തുള്ള ഗ്രാൻഡ് റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്കൂൾ വെക്കേഷൻ അതുപോലെ ചെറിയ ചൂട് സമയമാണ്. അപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ വരുന്നത്. അവരുടെ കൂടെയൊക്കെ ഒരു പരിചയവുമില്ലാതെ പരിചയത്തിലെത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനും, ഒരു പൂളിൽ എത്രയോ ഡിഫറൻറ്റ് തരത്തിലുള്ള ആൾക്കാർ, ഡിഫറൻറ്റ് രാജ്യത്തിലുള്ള ആൾക്കാർ ഒന്നിച്ച് കുളിക്കുക, അവരെ പരിചയപ്പെടുക, വല്ലാത്തൊരനുഭവം തന്നെ. ഈ ഗ്രാൻഡ് റിസോർട്ടിൽ നിന്നും ഇതിനു മുൻപ് 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക, എൻ്റെ ചാനലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഫുഡ്, ഇൻ്റർനാഷണൽ വെറൈറ്റി ഫുഡ്, അതുകൂടാതെ പാട്ട്, ഡാൻസ്, പിന്നെ ഇവിടുത്തെ പ്രധാന സ്വിമ്മിംഗ് പൂള് ഒക്കെ അടങ്ങുന്ന കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ പൂളിൽ ഇറങ്ങാൻ പോകുന്ന കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. യൂറോപ്യൻസാണ് കൂടുതൽ. യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ റഷ്യയിലെ പല ഭാഗത്തുള്ള ആൾക്കാരാണ്, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരെയാണ് കൂടുതൽ കാണുന്നത്. അതേപോലെ ഈജിപ്ഷ്യനും ഉണ്ട് ഒക്കെ. അപ്പോൾ ഈ വിശാലമായിട്ടുള്ള ഈ പൂളിൽ ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പോകുന്നു കേട്ടോ. ഇതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ചെറുതും ആഴം കുറഞ്ഞതും ആഴം കൂടിയതും ഉണ്ട്, ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ രാവിലെ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാറ്റുണ്ട് കേട്ടോ. വെള്ളത്തിന് ചെറിയൊരു തണുപ്പുണ്ട്, നല്ല ചൂട് വെള്ളമല്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, എല്ലാം ഒരേ ലെവലിലുള്ള വെള്ളമല്ല, ലെവൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ആഴം കൂടുതലാണ്. അപ്പോൾ ജനറലായിട്ടുള്ള പൂളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒന്നിച്ചിട്ടുള്ള പൂളാണിത്. അപ്പോൾ ചില സ്ഥലങ്ങൾ ആഴം കുറഞ്ഞതും ആഴം കൂടിയതുമായിട്ടുള്ള ഏരിയ ആണ്. ഹലോ, എൻജോയ്. അങ്ങോട്ട് വെള്ളത്തിൻ്റെ ലെവൽ കൂടുതലാണ്. അപ്പോൾ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇതുവരെ വെള്ളം വരും, അപ്പോൾ ഗ്ലാസ്സൊക്കെ പോകും. അപ്പോൾ ഏതായാലും ഈ ഏരിയയിലെ കൂടിയിട്ട് ഞാനങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഹലോ, how are you? Enjoy. പിന്നെ യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ നമ്മൾ തുടക്കോടുന്ന ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ അവർ പ്രതികരിക്കും. നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അവർ ആൻസർ ചെയ്യും. ഹലോ, how are you? Hey. Okay, thank you. Hello. How are you? Good. Enjoy. Thank you. Okay. ചിലവർക്ക് ഈ ഭാഷ അറിയില്ല കേട്ടോ, ഇംഗ്ലീഷ് അറിയാത്തവരാണ്. അപ്പോൾ അവർ ആകെ അറിയുന്ന 2 വേർഡ്സിൽ തട്ടിമുട്ടും. പിന്നെ എന്തൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെയാണ് ഞാൻ പോകാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ആഴം കൂടുതലാണ് ഈ ഏരിയ എന്ന് പറയുമ്പോൾ. ഇതാ ഇവിടെ. ഹലോ, Hey my friend. how are you? Good, you? Enjoy. Yeah. Okay. It's very nice. Yes. ഇവിടെ ഒരു ബ്രിഡ്ജ് പോലത്തെ സംഭവം ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ദാ. ഇങ്ങനെയൊക്കെ നടുവിന് എക്സസൈസ് എടുക്കാട്ടാ. ഓ, എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. ഈജിപ്തിൽ വന്നിട്ട് നടുവേദന വന്നു. പക്ഷെ ഇവിടുന്ന് അത് ശരിയായി കേട്ടോ. ഹോട്ടലിലാണെങ്കിൽ നല്ല ചൂടുവെള്ളമാണല്ലോ, അതൊക്കെ നടുവിന് ഒഴിച്ചു കൊടുത്തു. ഇനി കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്ന കാണാതാ. ചെറിയൊരു കുട്ടി ബേബി എല്ലാവരും ഇങ്ങോട്ട് ഭയങ്കര ആഴമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സൈഡിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ച കാണുക. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ബീച്ചിൽ പോയിരുന്നു കേട്ടോ, റെഡ് സീ. അപ്പോൾ അവിടെ ഈ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ ഫാമിലി കേട്ടോ, അവരെ ഞാൻ മീറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു യൂട്യൂബറാണോ, എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ പറയുമ്പോൾ എന്നോട് പറഞ്ഞു ഈ ഉപ്പ് വെള്ളത്തിൽ കടലിൽ റെഡ് സീയിൽ കുറേ സമയം കഴിച്ചു കൂട്ടുന്ന നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. ഈ സ്കിന്നിനുണ്ടാകുന്ന വിറ്റാമിൻസ്, അതായത് ചില അണുക്കൾ, വൈറസ്, അതൊക്കെ പോയി കിട്ടും ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ അതൊരു അറിവായി. അപ്പോൾ ഇതുപോലെ നമ്മൾ പല ആൾക്കാരുമായി കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇവരൊക്കെ എൻജോയ് ചെയ്യാൻ. ഹലോ ഹലോ, ഹൗ ആർ യു ബേബി? എൻജോയ് ബേബി. ഓക്കെ 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 ഓക്കെ. ഈ പൂള് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ റിസോർട്ട് ഇങ്ങനെ റൗണ്ടിലാണ് കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ മിഡിലാണ് ഈ പൂള് കിടക്കുന്നത്. ആ പൂള് എന്ന് പറയുമ്പോൾ വ്യാപിച്ച് കിടക്കുന്ന കേട്ടോ, ഇങ്ങനെ റൗണ്ടിലാണ്. ആ റൗണ്ട് ഷേപ്പ് ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ട് ഇതാ ഇതുപോലെയുള്ള. ഓക്കെ, ഹായ്, എൻജോയ്. ഞാനിവിടുന്ന് ഒരുപാട് ഡിഫറെൻ്റ് രാജ്യക്കാരെ കണ്ടുമുട്ടി കേട്ടോ. അവരൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരോടിങ്ങനെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ അവർക്ക് സന്തോഷമാണ് കേട്ടോ. ചില ആൾക്കാർ, നമ്മളെ നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് ചൂടാവും, നീ എന്തിനാ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആരായാലും അവർ നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണ്. ഇനി അങ്ങോട്ട് ആഴം കൂടുതലാണ് കേട്ടോ, ഭയങ്കര ആഴമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഇവിടെ തന്നെ ഇത്ര ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ആഴമാണ്. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ റിസോർട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പൂളിൻ്റെ റൗണ്ട് ഭാഗത്താണ് റിസോർട്ട് നിൽക്കുന്നത്. ഇതാ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് റിസോർട്ട് വെക്കുന്നത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ എൻജോയ്. ഹലോ, ഹൗ ആർ യു? ഗുഡ്, enjoying. Where are you from? Germany, very good. I visited Germany. I like.
¿Estás? Tam, jestem. ഇത് ഈ റിസോർട്ടിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 സ്വിമ്മിംഗ് പൂള് കൂടിയുണ്ട്. അതൊന്ന് ചെറിയ പൂള് കുട്ടികളത്, ഒന്ന് വലുത്. അതിനോട് ചേർന്നിട്ടുള്ള സ്നാക്സൊക്കെ കിട്ടുന്ന സ്റ്റാളുണ്ട്. അതുപോലെ നല്ല സൗകര്യത്തിൽ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒക്കെ കാണുക കേട്ടോ. ഇതാണ് പൂള്. ഞാൻ ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വൈകുന്നേരത്തെ സമയത്ത്, അതായത് 7 മണിക്ക് ശേഷം ആൾക്കാർ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്ന വേറൊരു കാഴ്ച കാണുക. ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ ഫുഡ് കേന്ദ്രത്തിലാണ് കേട്ടോ. അതായത് ഇത് ഫാമിലി റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ വെറൈറ്റിയിലുള്ള ഫുഡാണ് ഇവിടെ കിടക്കുന്നത്. ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഞാൻ ആദ്യം ഈ റെസ്റ്റോറൻറ്റിലത്തെ സ്വീറ്റ് കളക്ഷനാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ. Been so long.
ഈ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ എല്ലാ ദിവസവും ഒരേ ഫുഡല്ല കേട്ടോ. ചിലവർ ഒരാഴ്ച നിൽക്കുന്നവരുണ്ട്, ചിലവർ 10 ദിവസം നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫുഡാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇവിടെ സ്പെഷ്യലാണ് കേട്ടോ. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെ ദജാജ് ദിസ് ചിക്കൻ തുർക്കി ചിക്കൻ വെരി ബിഗ്. മർഹബ. Madam, what is the name, Ada? Fatir. Eh? Fatir Masri. Fatir Misri. Oh. Egyptian Fatir. Oriental dish. Okay, special, yeah? ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടാ. നല്ല രസമുണ്ടാ. ചൂട് ചൂട്. حضرتك عندي بلد سوريا ولا العراق؟ أنا هند. ايه؟ إيه هند. أنا شغلي إمارات. شكلك بتتكلم عربي. صح. Okay. Thank you. I like film India. India. Yes. Shah Rukh Khan. Shah Rukh Khan. Yes. Amitabh Bachchan. Amitabh Bachchan. You're watching, yeah? Everybody saying like that. Yes. Shah Rukh Khan, Amitabh Bachchan. Yes. What this? Kebab. Meatloaf. Meatloaf. Yeah. Okay. Very good. Good. Yeah. Okay. I will try. Bon appetit. German. I will try. I will come. I'm from India. 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 Very good. You are from? Egypt. Egypt. Amale. Egypt. Egyptian bread? Yes. Good. What are they? They? Hello. How are you? Good. So what are you making here? I get Chinese. Ah, okay. Been so long,
നമ്മൾ ഇനി കാണുന്നത് നിഗ്മ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ ഡാൻസും മ്യൂസിക്കും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇനി ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവൻ പറഞ്ഞ് ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകും.